Hi friends, welcome to my YouTube channel. നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ആൻ ആറ്റം എന്ന ചാപ്റ്ററിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നമുക്കൊരു 4 ടോപ്പിക്കായിട്ട് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് നമ്മൾ നോക്കുന്നത് അതിൽ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. അപ്പം നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡിസ്കവറി ഓഫ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആൻഡ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. അപ്പം സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആയിട്ട് വരുമ്പോഴത്തേക്ക് പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഏതുകൂടെ നമ്മൾ നോക്കുന്നത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് കൂടെ നമ്മൾ നോക്കും. അപ്പോൾ ടോപ്പിക് എയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ദ അയോൺ ദാറ്റ് ഈസ് ഐസോ ഇലക്ട്രോണിക് വിത്ത് CO. അപ്പോൾ നമ്മൾ കാർബൺ മോണോക്സൈഡിൻ്റെ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് നമ്മൾ ഓപ്ഷനിൽ നമ്മൾ നോക്കുകയാണ്. നമ്മൾ ഓപ്ഷനിലുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് CN- ഉണ്ട്, O2+ ഉണ്ട്, O2- ഉണ്ട്, N2+ ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം നമ്മൾ അറിയേണ്ടത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, അയോൺസ് വിച്ച് ഹാവ് ദ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ തരുന്ന അയോൺസിൽ എല്ലാത്തിൻ്റെയും ഇലക്ട്രോൺസ് എന്തായിരിക്കണം, സെയിം ആകണം. അതാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. അപ്പം ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ കാർബൺ മോണോക്സൈഡായ CO-യുടെ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസാണ് നമുക്കിവിടെ നോക്കേണ്ടത്. അപ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാർബണിൻ്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം, എത്രയായിരുന്നു, 6 ആണ്. ഓക്സിജൻ എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയായിരുന്നു, 8 ആണ്. അപ്പോൾ ടോട്ടൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് രണ്ടുപേരിലും കൂടെ കാർബണിലും ഓക്സിജനിലും കൂടെ വരുമ്പോഴത്തേക്ക് 14 ഇലക്ട്രോൺസ് അവിടെ വരും. അപ്പം ആ 14 ഇലക്ട്രോൺസ് നമ്മുടെ ഓപ്ഷനിൽ ഏതാണെന്ന് നമ്മൾ നോക്കണം. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് CN- ഉണ്ട്. ഇപ്പോൾ CN- ആകുമ്പോഴത്തേക്ക് കാർബണിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയായിരിക്കും, 6 ആണ്. നൈട്രജൻ എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ് വരുന്നതെന്ന് നമുക്കറിയാം, നൈട്രജൻ ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം എത്രയാണ് വരുന്നത്, 7 ആണ്. പക്ഷേ ഇവിടെ N- ഉള്ളതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ എത്ര ഇലക്ട്രോൺ കാണും, 8 ഇലക്ട്രോൺ. അപ്പോഴത്തേക്ക് കാർബണിൽ 6 ഇലക്ട്രോണും നൈട്രജൻ്റെ 7 ഇലക്ട്രോണും മൈനസ് ചാർജ് ഉള്ളതുകൊണ്ട് 1 ഇലക്ട്രോൺ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, ടോട്ടൽ നമുക്ക് 14 ഇലക്ട്രോൺസ് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കാർബൺ മോണോക്സൈഡിൻ്റെ ഐസോ ഇലക്ട്രോണിക് ആയിട്ട് വരുന്ന ഏതായിരിക്കും, CN- അയോൺ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുമ്പോഴത്തേക്ക് ഓപ്ഷൻ ഏതായിരിക്കും, A. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. ഇനി നമുക്ക് നോക്കാം സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, കാഥോഡ് റേസ് ആർ ഡിഫ്ലക്റ്റഡ് ബൈ ഫസ്റ്റ് ഓപ്ഷൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്, സെക്കൻഡ് ഓപ്ഷൻ ബൈ എ മാഗ്നറ്റിക് ഫീൽഡ്, തേർഡ് ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ബൈ ബോത്ത്, D എന്ന് പറയുമ്പോഴത്തേക്ക് നൺ. ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം കാഥോഡ് റേ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏത് ചാർജ് പാർട്ടിക്കിൾസ് ആണുള്ളത്, നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ നമ്മൾ കാഥോഡ് റേ ഡിസ്ചാർജ് ടു എക്സ്പീരിയൻസ് നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഈ കാഥോഡ് റേ നമ്മൾ ഉപയോഗിച്ചപ്പോൾ നെഗറ്റീവ് ചാർജായ കാഥോഡ് റേ ഏത് ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്ത് ഡിഫ്ലക്റ്റ് ചെയ്ത്. അപ്പോഴത്തേക്ക് നമ്മുടെ ആൻസർ വരുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഏതായിരിക്കും, ഇവിടെ ഓപ്ഷനിൽ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ബൈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, തേർഡ് ഓപ്ഷൻ ഏതായിരുന്നു, ബൈ ബോത്ത്. അപ്പോഴത്തേക്ക് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയ ആൻസർ ഏതായിരിക്കും, ഓപ്ഷൻ C ആണ് നമ്മുടെ ഏതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, വിച്ച് ഹാസ് ദ ഹയസ്റ്റ് E/M റേഷ്യോ. E/M റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചാർജ് ടു മാസ് റേഷ്യോ ആണ് ഏതെന്ന് പറയുന്നത്, E/M റേഷ്യോ. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും എന്ത് എഴുതി നോക്കാം, E/M റേഷ്യോ എഴുതി നമുക്ക് നോക്കാം. അപ്പം ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് He+ൻ്റെ ആണ്. അപ്പം ഹീലിയത്തിൻ്റെ ചാർജ് എത്രയുണ്ട്, 1. അപ്പം ഹീലിയത്തിൻ്റെ മാസം എന്ന് പറയുമ്പോൾ എത്രയായി, 4. അപ്പോൾ അപ്പോഴത്തേക്ക് ഹീലിയത്തിൻ്റെ E/M റേഷ്യോ എന്ന് പറയുമ്പോഴത്തേക്ക് 1/4 ആയി. He2+ ആകുമ്പോഴത്തേക്ക് അവിടെ 2 ആണ് ചാർജ്. ഇനി മാസം എന്ന് പറയുമ്പോഴത്തേക്ക് ഹീലിയത്തിന് എത്രയാണ്, 4. അപ്പോൾ 2/4 വീണ്ടും വന്നു. ഇനി ഡ്യൂട്ടീരിയം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് D+ ആകുമ്പോഴത്തേക്ക് 1+, അപ്പോൾ ചാർജ് 1 ആണ്. അപ്പം ഡ്യൂട്ടീരിയത്തിൻ്റെ മാസം എന്ന് പറയുമ്പോൾ എത്ര D2 ആണ്. അപ്പോഴത്തേക്ക് അവിടെ ഒരു 1/2. ഇനി H+ അയോൺ ആകുമ്പോഴത്തേക്ക് എത്ര വരും, 1/1. അപ്പം നമ്മൾ എഴുതി തന്ന ഓപ്ഷൻ്റെ എല്ലാം നമ്മൾ എന്ത് എഴുതും, E/M റേഷ്യോ നമ്മൾ നോക്കി. ഈ E/M റേഷ്യോ എഴുതിയതിൽ ഹയസ്റ്റ് വാല്യൂ ഏതിനായിരിക്കും വരുന്നത്, നമ്മൾ എടുക്കുന്ന H+ അയോണാണ്. അപ്പോഴത്തേക്ക് നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ആൻസർ വരുന്നത് ഏതായിരിക്കും, ആൻസർ B ആണ് ഏതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഹാവ് ദ ലാർജസ്റ്റ് സൈസ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ ക്വസ്റ്റ്യൻ കറക്റ്റ് നോക്കണം, വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് ദ എക്സ്പെക്റ്റഡ് ടു ഹാവ് ലാർജസ്റ്റ് സൈസ് ആണ്. അപ്പോൾ ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഫ്ലൂറിൻ - ഉണ്ട്, O2- ഉണ്ട്, Al3+ ഉണ്ട്, N3- അയോൺ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ന്യൂക്ലിയർ ചാർജ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ തന്ന ഓപ്ഷൻ്റെ എല്ലാ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എല്ലാം എത്രയാണ്, 10 വീതമാണ് വരുന്നത്. അപ്പം F- ആകുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺ 10, O2- ആകുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺ 10, Al3+ ആകുമ്പോഴത്തേക്ക് നമ്പർ ഓഫ് ഇലക്ട്രോൺ 10, N- ആകുമ്പോഴത്തേക്ക് നമ്പർ ഓഫ് ഇലക്ട്രോൺ 10.
ഇനി നമുക്ക് ന്യൂക്ലിയർ ചാർജ് നമുക്ക് നോക്കാം. ന്യൂക്ലിയർ ചാർജ് നമ്മൾ നോക്കുമ്പോൾ ഫ്ലൂറിൻ്റെ എന്ന് പറയുമ്പോൾ എത്രയായിരുന്നു 9, ഓക്സിജൻ ആകുമ്പോഴത്തേക്ക് 8, അലൂമിനിയം ആകുമ്പോഴത്തേക്ക് 13, ഇനി നൈട്രജൻ ആകുമ്പോഴത്തേക്ക് ഏത് വന്നു 7. അപ്പം നമ്മൾ ഓപ്ഷനെല്ലാം ഏതായിരുന്നു ഐസോഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. അപ്പം നമുക്ക് നോക്കാം, നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, എന്താണ് സൈസ് ഓഫ് ഐസോഇലക്ട്രോണിക് സ്പീഷീസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ന്യൂക്ലിയർ ചാർജ്. അപ്പം നമ്മളത് പ്രത്യേകിച്ച് നോക്കി വെച്ചോണം. അപ്പോഴത്തേക്ക് എന്താണ് സൈസ് ഓഫ് ഐസോഇലക്ട്രോണിക് സ്പീഷീസ് എന്താണ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ന്യൂക്ലിയർ ചാർജ് ആണ്. അപ്പോൾ ഇവിടെ ന്യൂക്ലിയർ ചാർജ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കുറവ് ആർക്കായിരിക്കും നമ്മൾ എടുക്കുന്ന നൈട്രജൻ. അപ്പോഴത്തേക്ക് ന്യൂക്ലിയർ ചാർജ് കുറയുമ്പോഴത്തേക്ക് സൈസ് അവിടെ എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ വരുമ്പോഴത്തേക്ക് ഏതായാലും കറക്റ്റായിട്ട് വരുന്നത് നൈട്രജൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആൻസർ ചെയ്തൊരു നൈട്രജൻ ഹാസ് ദ ലോവസ്റ്റ് അറ്റോമിക് നമ്പർ ആൻഡ് ഹെൻസ് N3- അയോൺ വിൽ ബി ദ ലാർജസ്റ്റ് ഇൻ സൈസ്. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആൻസർ ഏത് ഓപ്ഷൻ ആയിരിക്കും ഡി ആണ് നമ്മൾ വരുന്ന കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് വരുന്നത്. ഇൻക്രീസിങ് ഓർഡർ ഫോർ ദി വാല്യൂസ് ഓഫ് E/M ഈസ്, അതാണ് നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദി വാല്യൂസ് ഓഫ് E/M റേഷ്യോ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ E, P, N, ആൽഫ എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ E എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഇലക്ട്രോൺ, P എന്ന് പറയുമ്പോഴത്തേക്ക് പ്രോട്ടോൺ, N എന്ന് പറയുമ്പോഴത്തേക്ക് ന്യൂട്രോൺ, ആൽഫ എന്ന് പറയുമ്പോഴത്തേക്ക് ആരായിട്ട് മാറും ഹീലിയം പാർട്ടിക്കിൾസ് ആയിട്ട് മാറി, അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിൾസ് ആയിട്ട് മാറും. ഇനി നമുക്കിവിടെ എഴുതി നോക്കാം. ഈ എടുക്കുന്ന ഓപ്ഷനിലെല്ലാം സെയിം ആണ്. ഇനി നമുക്ക് ഓരോന്നിൻ്റെ എന്ത് എഴുതി നോക്കാം E/M റേഷ്യോ നമുക്ക് നോക്കാം. അപ്പം ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് E/M റേഷ്യോ ഓഫ് ഏത് ന്യൂട്രോൺ നമ്മൾ നോക്കി. അപ്പോൾ ന്യൂട്രോണിൻ്റെ ചാർജ് എത്രയാണ് 0. അപ്പോൾ 0 അവിടെ ആര് വരും 1. അപ്പോൾ എത്രയാണ് E/M റേഷ്യോ ഓഫ് ന്യൂട്രോൺ എന്ന് പറയുന്നത് എത്ര വന്നു 0. ഇനി നമുക്ക് ആൽഫ പാർട്ടിക്കിൾസ് നമ്മൾ നോക്കാം. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഹീലിയം പാർട്ടിക്കിൾസ് ആകുമ്പോഴത്തേക്ക് ഏത് വരും E/M റേഷ്യോ എന്ന് പറയുമ്പോഴത്തേക്ക് 2/4 ആണ് വരുന്നത്. അപ്പോൾ 2/4 ആകുമ്പോഴത്തേക്ക് എത്ര വരും അതിൻ്റെ E/M റേഷ്യോ എന്ന് പറയുമ്പോഴത്തേക്ക് 0.5. ഇനി പ്രോട്ടോൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് വരുന്നത് ചാർജ് 1ഉം, ഇനി മാസം എന്ന് പറയുമ്പോഴത്തേക്ക് 1 വന്നു. അപ്പോഴത്തേക്ക് E/M റേഷ്യോ എത്ര വരുന്നത് 1/1 ഈക്വൽ നമുക്ക് എത്ര വന്നു അവിടെ 1. ഇനി ഇലക്ട്രോണിൻ്റെ E/M റേഷ്യോ നമുക്കറിയാം, ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോഴത്തേക്ക് അറിയാം മാസം നമ്മൾ നോക്കുമ്പോൾ എത്രയും 1/1837 ആയിട്ട് വരും. അപ്പോഴത്തേക്ക് നമ്മൾ E/M റേഷ്യോ ഓഫ് ഇലക്ട്രോൺ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എങ്ങനെ എഴുതുന്നത് 1/1837 എന്ന് വരും. അപ്പോഴത്തേക്ക് അതിൻ്റെ ആൻസർ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ E/M റേഷ്യോ വരുന്ന ഏതായിരിക്കും 1837. ഇനി നമ്മൾക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദി വാല്യൂ ഓഫ് E/M റേഷ്യോ ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ഹയസ്റ്റ് വാല്യൂ ഏതിനാണെന്ന് ഇലക്ട്രോണിന്. അപ്പോഴത്തേക്ക് ഏറ്റവും ലോവസ്റ്റ് വാല്യൂ എന്ന ആർക്കായിരിക്കും നമ്മൾ എടുക്കുന്നത് ന്യൂട്രോൺ. അപ്പോഴത്തേക്ക് നമ്മൾ എഴുതുന്ന ഓപ്ഷൻ എങ്ങനെയായിരിക്കും 0, അതിനുശേഷം ആര് വരും ആൽഫ, അതിനുശേഷം ആര് വരും പ്രോട്ടോൺ, പിന്നെ ഇലക്ട്രോൺ. അപ്പോൾ നമ്മൾ ഏതായിരുന്നു കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഓപ്ഷൻ ഡി ആണ് നമുക്കുള്ളത് ഏതെന്ന് പറയുന്ന ആൻസർ ആയിട്ട് വരുന്നത്. ഇതാണ് നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി നമുക്ക് 6ാമത്തെ മുന്നേ നമുക്ക് ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് ഏതെന്ന് പറയുമ്പോൾ അറ്റോമിക് മോഡലാണ്. അതിൻ്റെ കൂടെ അറ്റോമിക് മോഡലിൻ്റെ കൂടെ നമ്മൾ എമിഷൻ അബ്സോർപ്ഷൻ സ്പെക്ട്രം നമ്മൾ നോക്കും. അപ്പം നമ്മൾ നോക്കുന്ന അടുത്ത ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് അറ്റോമിക് മോഡൽ, അതിൻ്റെ കൂടെ നമ്മൾ ഏതൊക്കെ നോക്കും എമിഷൻ ആൻഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രം നമുക്ക് നോക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് ദ എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ദി nth ഓർബിറ്റൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം എനർജി ഓഫ് ഇലക്ട്രോൺ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോഴത്തേക്ക് അതിൽ ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് -13.6 N/4. ഇനി ബി ഓപ്ഷൻ നോക്കുമ്പോഴത്തേക്ക് -13.6 N/n³. തേർഡ് ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് -13.6 N². ഡി വരുമ്പോഴത്തേക്ക് -13.6 ഇതാണ് നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടെ വായിച്ച് നോക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നു പറയുമ്പോഴത്തേക്ക് ദ എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ദി nth ഓർബിറ്റിലാണ് നമുക്ക് വേണ്ടത് ഹൈഡ്രജൻ ആറ്റം വേണ്ടത്. അപ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്. അപ്പോഴത്തേക്ക് എന്താണ് ഇക്വേഷൻ നമുക്ക് എഴുതുമ്പോഴത്തേക്ക് അറിയാം. ഒരു ബോർ തിയറി നമ്മൾ പഠിച്ചപ്പോഴത്തേക്ക് കണ്ടതാണ്. എന്താണ് എനർജി ഓഫ് ഇലക്ട്രോൺ റിലേഷൻ നമുക്ക് പഠിച്ചിട്ടുണ്ട്. എന്താണ് En ഈസ് ഈക്വൽ ടു എന്തായിരുന്നു -13.6 N² eV. അപ്പോഴത്തേക്ക് നമ്മുടെ ആൻസർ വരുമ്പോഴത്തേക്ക് ഓപ്ഷൻ ഏതായിരിക്കും സി ആണ് നമ്മുടെ ഏതെന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോഴത്തേക്ക് നമ്മളെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്കാം. ദ എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ദി nth ബോർ ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പം ബോർ തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ് എനർജി
എനർജി ഓഫ് ഇലക്ട്രോൺ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തുവായിരുന്നു En ഈസ് ഈക്വൽ ടു -13.6 ഡിവൈഡ് ബൈ n² eV. അപ്പോഴത്തേക്ക് നമ്മുടെ ആൻസർ വരുമ്പോഴത്തേക്ക് ഓപ്ഷൻ സി ആണ് നമ്മൾ കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ഇനി നമ്മുടെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അക്കോർഡിംഗ് ടു ബോർ തിയറി ദ എനർജി റിക്വയർഡ് ഫോർ ആൻ ഇലക്ട്രോൺ ഇൻ ദി Li2+ അയോൺ ടു ബി എമിറ്റഡ് ഫ്രം n ഈസ് ഈക്വൽ ടു 2 സ്റ്റേറ്റീസ്. അപ്പോഴത്തേക്ക് ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താണ് ഒരു ലിഥിയം അയോണിൻ്റെ എമിറ്റഡ് എക്സൈറ്റഡ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് എന്താണ് എനർജി കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു ബോർ തിയറി ദ എനർജി റിക്വയർഡ്. അപ്പോൾ ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എനർജി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ എന്ത് എഴുതി നോക്കണം? En എഴുതി നോക്കണം. En എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? En ഈസ് ഈക്വൽ ടു -13.6 ഇൻറ്റു Z² ഡിവൈഡ് ബൈ ഏതാണ്? n². ഇതെല്ലാം നമ്മൾ ബോർ തിയറി മോഡൽ ഓഫ് ആറ്റത്തിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്. അപ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് എന്ത് എഴുതി? എനർജി കണ്ടുപിടിക്കാനായിട്ട് En എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? nth ഓർബിറ്റിൽ. അപ്പോഴത്തേക്ക് E ഈസ് ഈക്വൽ ടു -13.6 ഇൻറ്റു Z². ഇവിടെ Z എന്ന് പറയുമ്പോൾ ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ വേണം. ലിഥിയത്തിൻ്റെ അറ്റോമിക് എത്രയാണ്? 3 ആണ്. അപ്പോഴത്തേക്ക് അവിടെ എന്ത് വന്നു? 3² വന്നു. ഇനി n ആണ് നമ്മൾ നോക്കുന്നത്. n നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ്? ഏത് ഓർബിറ്റിലാണ്? അപ്പോഴത്തേക്ക് നമുക്ക് വേണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഏത് ഓർബിറ്റായിരിക്കും? സെക്കൻഡ് ഓർബിറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോഴത്തെ ക്വസ്റ്റിന് തന്നിട്ടുണ്ടായിരുന്നു n ഈക്വൽ എന്താണ്? 2. അപ്പോഴത്തേക്ക് ഇവിടെ ഡിനോമിനേറ്ററിൽ ആരും 2². അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തെ ആൻസർ എത്ര? -30.6 eV ആണ് നമ്മൾ അതിൻ്റെ ആൻസർ En. അപ്പോഴത്തേക്ക് ഡെൽറ്റയെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ എന്തുവാണ്? E2 - E1 ആണ്. അപ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ ആൻസർ നോക്കുമ്പോൾ E ഈക്വൽ എത്ര വരും? 0 മൈനസ് നമുക്ക് കിട്ടിയ ആൻസർ എത്ര? -30.6. അതിനെ സബ്സ്ട്രാക്ട് ചെയ്ത് നമ്മൾ കിട്ടുന്ന ആൻസർ എത്ര വരും? 30.6. അപ്പോഴത്തേക്ക് നമ്മൾ എഴുതി ക്വസ്റ്റൻ അക്കോർഡിംഗ് ടു ബോർ തിയറി ദ എനർജി റിക്വയർഡ് ഫോർ ആൻ ഇലക്ട്രോൺ ഇൻ ദി Li2+ അയോൺ ടു ബി എമിറ്റഡ് ഫ്രം n ഈസ് ഈക്വൽ ടു 2 സ്റ്റേറ്റീസ്. അവൻ്റെ വരുമ്പോഴത്തേക്ക് എനർജി എത്ര വരുന്നത്? 30.6. അതായത് നമ്മൾ എഴുതുന്ന ഓപ്ഷൻ ഏതായിരിക്കും? സി ആണ് നമ്മൾ ഏതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ സ്പെക്ട്രം ഓഫ് ഹീലിയം ഈസ് എക്സ്പെക്റ്റഡ് ടു ബി സിമിലർ ടു ദാറ്റ് ഓഫ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ എടുക്കുന്ന ഹീലിയത്തിൻ്റെ സ്പെക്ട്രം ഈ 4 ഓപ്ഷനിൽ ആരുമായിട്ടാണ് സിമിലർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓപ്ഷൻ ഹൈഡ്രജൻ ഉണ്ട്, Li+ ഉണ്ട്, പിന്നെ സോഡിയം ഉണ്ട്, പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണുള്ളത്? നമ്മൾ എടുക്കുന്നത് He+ ഉണ്ട്, ഹീലിയം അയോണും ഉണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് എഴുതി നോക്കേണ്ടത് ഇവിടെ നമുക്ക് ഹീലിയത്തിൻ്റെ സിമിലർ ആയിട്ട് വരുന്നത് നമുക്ക് നോക്കണം. അപ്പോൾ ഹീലിയത്തിനെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഹീലിയത്തിൽ നമ്മൾ നോക്കുമ്പോൾ എത്ര ഇലക്ട്രോൺസ് അവിടെ വരാം? അപ്പോൾ നമ്മൾ ഹീലിയവും ലിഥിയം പ്ലസും നമ്മൾ നോക്കും. അപ്പോൾ ഹീലിയത്തിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 2 ആണ്. ലിഥിയം അയോൺ വരുമ്പോഴത്തേക്ക് എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 2 ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോഴത്തേക്ക് ഇവിടുത്തെ ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോൾ ഹീലിയത്തിന് എത്ര ഇലക്ട്രോണേ ഉള്ളൂ? 2 ഇലക്ട്രോണേ ഉള്ളൂ. പക്ഷേ ഹൈഡ്രജൻ എത്ര ഇലക്ട്രോൺ? 1. Li+ ആകുമ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ. അപ്പോൾ അവർക്ക് അങ്ങനെ മാറി വരികയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഹീലിയത്തിൻ്റെ എത്ര ഇലക്ട്രോൺ? 2 ഇലക്ട്രോൺ. അതിന് സിമിലറായിട്ട് 2 ഇലക്ട്രോൺ ഉള്ളത് ആർക്ക് മാത്രമേ ഉള്ളൂ? ലിഥിയം അയോൺ. അപ്പോഴത്തേക്ക് ഹീലിയത്തിനും ലിഥിയം അയോണത്തിനും 2 ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് അവരുടെ സ്പെക്ട്രം എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. അപ്പോഴത്തേക്ക് നമ്മൾ ഈ ക്വസ്റ്റിന് ആൻസർ വരുമ്പോഴത്തേക്ക് ഏതായിരിക്കും? Li+. അപ്പോൾ ഓപ്ഷൻ ഏതാണ് ആൻസർ വരുമ്പോഴത്തേക്ക്? ഓപ്ഷൻ ബി ആണ് നമ്മൾ വരുന്ന ഏത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് 9ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതൊരു പ്രോബ്ലം ആണ്. ദ റേഡിയസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇൻ ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് ഈസ് 0.53 ആംസ്ട്രം. ദ റേഡിയസ് ഓഫ് Li2+ അയോൺ ഇൻ എ സിമിലർ സ്റ്റേറ്റ്. അപ്പം നമുക്ക് ലിഥിയം അയോണിൻ്റെയാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്? അറ്റോമിക് റേഡിയസ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദി റേഡിയസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇൻ ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് എത്രയാണെന്ന്? 0.53 ആംസ്ട്രം ആണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 0.53 ആംസ്ട്രം വന്നു. അപ്പം Li2+ അയോണിൻ്റെ നമുക്ക് എന്ത് കാണും? റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ ആൻസർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഹൈഡ്രജൻ ആറ്റം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഹൈഡ്രജൻ ആറ്റം n ഓർബിറ്റിൽ എത്ര ആയിരിക്കും? 1 ആയിരിക്കും. ഇനി നമുക്കറിയാം ഹൈഡ്രജൻ്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുണ്ട് 0.53 ആംസ്ട്രം എഴുതി. പക്ഷേ അറ്റോമിക് നമ്പർ ഓഫ് ലിഥിയം നമ്മൾ നോക്കുമ്പോൾ എത്ര വന്നു? 3 വന്നു. ഇനി നമുക്ക് റേഡിയസ് ഓഫ് ലിഥിയം അയോണിൻ്റെ ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് R1 എന്ന് പറയുമ്പോഴത്തേക്ക് റേഡിയസ് ഓഫ് ആൻ ആറ്റം ആണ്. റേഡിയസ് ഓഫ് ആൻ ആറ്റം ഇൻറ്റു n² ഡിവൈഡ് ബൈ Z. അപ്പോൾ റേഡിയസ് ഓഫ് നമുക്ക് ഇവിടെ അറിയാം ആർക്ക് ഈക്വൽ ആയിരുന്നു? ഹൈഡ്രജൻ്റെ. അപ്പോഴത്തെ 0.53 ഇൻറ്റു
n അവന് ഏത് സ്റ്റേറ്റിലാണ് വരുന്നത്? ഹൈഡ്രജൻ്റെ സ്റ്റേറ്റിലാണ്. അപ്പോൾ ഹൈഡ്രജൻ സ്റ്റേറ്റ് എത്രയാണ്? 1 ആണ്. അപ്പോഴത്തേക്ക് അവിടെ കാര്യം 1 സ്ക്വയർ. ഇനി അറ്റോമിക് നമ്പർ ലിഥിയത്തിന് എത്രയാണ്? 3. അപ്പോഴത്തേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര ആൻസർ എത്രയാണ്? 0.17 എന്ന് അവിടെ കിട്ടും. അപ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ 9ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഏതായിരിക്കും? എ ആണ് നമുക്ക് അവിടെ വരുന്ന ആൻസർ എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ച് നോക്കാം. ദ റേഡിയസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇൻ ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് ഈസ് എത്രയായിരുന്നു? 0.53 ആംസ്ട്രോം ആണ്. അപ്പം ദ റേഡിയസ് ഓഫ് ലിഥിയം അയോൺ ഇൻ ദി സിമിലർ സ്റ്റേറ്റ്. അപ്പം നമ്മളെടുക്കുന്ന ഈ ഹൈഡ്രജൻ ആറ്റത്തിന് സെയിം സ്റ്റേറ്റിലാണ് ലിഥിയം വരുന്നതെങ്കിൽ അവൻ്റെ അറ്റോമിക് റേഡിയസ് എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻ നമ്മൾ നോക്കും. ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താ റേഡിയസിൻ്റെ ഇക്വേഷൻ എന്തുവാണ്? റേഡിയസ് ആണ് n² / z ഇൻറ്റു റേഡിയസ് ഓഫ് ആറ്റം. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോഴത്തേക്ക് റേഡിയസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം എത്രയാണ്? 0.53 ഇൻറ്റു n². അപ്പോൾ ഇവിടെ ഏത് സ്റ്റേറ്റിലാണ് വരുന്നത്? ഗ്രൗണ്ട് സ്റ്റേറ്റ് ആകുമ്പോഴത്തേക്ക് 1 n ആരായി? 1. ഇനി ലിഥിയത്തിൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 3 ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് 0.17 ആംസ്ട്രോം. ഇതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഏതെന്ന് പറയുന്നത് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് നോക്കുമ്പോഴത്തേക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ്റെ നമുക്ക് ആൻസർ നോക്കാം. ദ orbit radius of hydrogen atom is 0.53 ആംസം. The radius for the first excited state orbit is. അപ്പോൾ നമുക്ക് അവൻ്റെ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോഴത്തേക്ക് നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് സെയിം തൊട്ട് മുന്നേ കണ്ട പ്രോബ്ലം പോലെ തന്നെയാണ്. ഇക്വേഷൻ നമുക്ക് എഴുതി നോക്കാം. r എന്ത് വരും? n² / z റേഡിയസ് ഓഫ് ആൻ ആറ്റം. അപ്പോഴത്തേക്ക് നമുക്ക് ഇവൻ എങ്ങോട്ടാണ് പോകുന്നത്? ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് അവൻ എങ്ങോട്ട് പോകുന്നു? ഫസ്റ്റ് എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് നേരെ എന്തും തൊട്ടടുത്തിലോട്ട് പോകും. അപ്പോൾ n എന്ന് പറഞ്ഞാൽ 1 ൽ നിന്ന് ആരായിട്ട് മാറി? 2 ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ n ഏതായിരിക്കും? 2 ആണ്. ഹൈഡ്രജൻ്റെ ആയിട്ട് കണ്ടുപിടിക്കുന്ന z എന്തുമായിരിക്കും? 1. ഇനി നമുക്ക് റേഡിയസ് തന്നിട്ട് എത്രയാണ്? 0.53. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യും? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ r = 2² / 1 ഇൻറ്റു 0.53 സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് എത്ര കിട്ടിയ ആൻസർ? 2.12 എന്ന് പറഞ്ഞ ആൻസർ കിട്ടി. അപ്പോഴത്തേക്ക് നമ്മളിവിടെ ആൻസർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഏതായിരിക്കും ഓപ്ഷൻ കറക്റ്റായിട്ട് വരുന്നത്? നമ്മൾ എടുക്കുന്ന ഡി ആണ് ഏതെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പം നമ്മൾ തൊട്ട് മുന്നേ ചെയ്തതും ഈ ക്വസ്റ്റിന് എന്താണ് ഇക്വേഷൻസ് എല്ലാം എന്താണ്? സെയിം ആണ്. ഇനി നമുക്ക് നോക്കാം. നമ്മുടെ 11ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ വേവ് ലെങ്ത് ഓഫ് ദി റേഡിയേഷൻ എമിറ്റഡ് വെൻ in an hydrogen atom electrons fall from infinity to stationary state 1 would be. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ നല്ലവർക്ക് മനസ്സിലെത്തി വായിച്ചാൽ നമുക്ക് എന്ത് കറക്റ്റ് ചെയ്ത് നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ദ വേവ് ലെങ്ത് ആണ് നമുക്കിവിടെ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ദ വേവ് ലെങ്ത് ഓഫ് ദ റേഡിയേഷൻ എമിറ്റഡ് വെൻ ഇൻ ഹൈഡ്രജൻ ആറ്റം ഇലക്ട്രോൺസ് ഫാൾസ് ഫ്രം ഇൻഫിനിറ്റി ടു ഏതാണ്? സ്റ്റേഷനറി സ്റ്റേറ്റ് 1 വുഡ് ബി. അപ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ എന്ത് നോക്കണം? ആൻസർ എഴുതി നോക്കണം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 1/λ = r ഇൻറ്റു 1/n1² മൈനസ് ഏതായിരിക്കും? 1/n2². അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ ആറിൻ്റെ വാല്യൂ നമുക്കറിയാം. നമ്മൾ പഠിച്ചു വെച്ചോണം. ആറിൻ്റെ വാല്യൂ എത്രയാണ്? 1.097 × 10⁻⁷ മീറ്റർ ഇൻവേഴ്സ് ആണ്. നമുക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി അറിയേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ n1 ഉണ്ട്, പിന്നെ ഏതാണ്? n2 ആണുള്ളത്. അപ്പോഴത്തേക്ക് ഹൈഡ്രജൻ ആറ്റത്തിൽ ഇവിടെ n1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതായിട്ട് എടുക്കും? 1. n2 എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? ഇൻഫിനിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് എന്തെടുക്കാം? 1.097 × 10⁻⁷ ഇൻറ്റു 1/1² മൈനസ് 1/∞ വരും. അപ്പോൾ ആൻസർ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ എത്രയാണ്? 1.097 × 10⁻⁷ എന്ന് പറഞ്ഞ് കിട്ടി. പക്ഷെ നമുക്ക് വേണ്ടതാണ് ലാംഡയാണ്. അപ്പം നമുക്ക് 1/λ നമുക്ക് എന്തായാലും ലാംഡ ആക്കാം. ലാംഡ ആക്കുമ്പോൾ നമുക്ക് എത്ര? 91.15 × 10⁻⁻9 m. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആൻസർ 91 നാനോമീറ്റർ ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ആൻസർ ചെയ്യുമ്പോഴത്തേക്ക് ഓപ്ഷൻ ഏതായിരുന്നു? നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ സി ആണ് നമ്മൾ ഏതെന്ന് പറയുന്നത് കറക്റ്റ്. നോക്കാം ആൻസർ. 12ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിൽ അക്കോർഡിംഗ് ടു ബോർ തിയറി ദ ആംഗുലർ മൊമെൻറ്റം ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ദി 5th ഓർബിറ്റ് ഈസ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോഴത്തേക്ക് നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കുന്നത്? ആംഗുലർ മൊമെൻറ്റം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? അക്കോർഡിംഗ് ടു ബോർ തിയറി ദ ആംഗുലർ മൊമെൻറ്റം ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ദി 5th ഓർബിറ്റ്. അപ്പോഴത്തെ ഇക്വേഷൻ എന്തുവാണ് ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ? mvr = nh/2π. അപ്പോൾ ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ഏത് ഓർബിറ്റിലാണ് ഇരിക്കുന്നത്? 5. അപ്പോൾ n = ആരായിരിക്കും? 5. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. mvr = ആര് വരും? n ആകുമ്പോഴത്തേക്ക് എത്ര? 5 × h 2 × π. അപ്പോൾ ആൻസർ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ എത്രയാണ്? 2.5 h/π. അപ്പോഴത്തേക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് ആൻസർ എത്ര കിട്ടി? 2.5 h/π. അപ്പോഴത്തേക്ക് ഈ 12ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ് നമ്മൾ ഏതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആൻസർ. അപ്പോഴത്തേക്ക് ആംഗുലർ മൊമെൻറ്റം കാണുന്ന ഇക്വേഷൻ എന്തുവാണ്? mvr = nh/2
2π ആണ് നമ്മുടെ ഏതെന്ന് പറഞ്ഞാൽ ആംഗുലർ മൊമെൻറ്റം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് 13ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് എമിഷൻ ലൈൻ ഓഫ് ഹൈഡ്രജൻ അറ്റോമിക് സ്പെക്ട്രം ഇൻ ബാൽമർ സീരീസ് അപ്പിയേഴ്സ്. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമ്മൾ പ്രോബ്ലം ആയിട്ട് വരുന്നത്. അപ്പോഴത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. ദ ഫസ്റ്റ് എമിഷൻ ലൈൻ ഓഫ് ഹൈഡ്രജൻ അറ്റോമിക് സ്പെക്ട്രം ഇൻ ബാൽമർ സീരീസ് അപ്പിയർ. അപ്പോൾ നമുക്കിവിടെ നമ്മൾ എന്തുവാണ് ലൈൻ സ്പെക്ട്രം കാണാം. അപ്പോൾ നമുക്കിവിടെ ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതേണ്ടത് എന്താണെന്ന് അറിയാമോ? ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു ആരായിരിക്കും? ആർ ഇൻറ്റു 1/n1² മൈനസ് 1/n2² ആണ്. അപ്പോഴത്തേക്ക് ദ ഫസ്റ്റ് എമിഷൻ ലൈൻ സ്പെക്ട്രം ആണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോഴത്തേക്ക് ഈ പറഞ്ഞ ബാൽമർ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? സെക്കൻഡ് സീരീസാണ് വരുന്നത്. അപ്പോൾ N1 ഏതായിരിക്കും? 2 ആയിരിക്കും. അപ്പം ഇതിൽ വീഴുന്ന എമിഷൻ ലൈൻ ഏതായിരിക്കും? നമുക്ക് തൊട്ട് മുകളിൽ, അതായത് N3 ലൈനായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ N1 ഏതായിരിക്കും? 2. N2 എന്ന് പറയുമ്പോഴത്തേക്ക് ആരായിട്ട് മാറും? 3. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡെൽറ്റ ഇക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു 1/2² മൈനസ് 3². അപ്പോൾ ആൻസർ വരുമ്പോഴത്തേക്ക് ആർ ഇൻറ്റു 1/4 മൈനസ് 1/9. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടും? ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു 5/36 എന്ന് വരും. അപ്പോഴത്തേക്കും നമ്മൾ 13ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻ എ ആണ്. ഏതെന്ന് പറഞ്ഞാൽ നമ്മൾ കിട്ടുന്ന ആൻസർ വന്നപ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്ക്. ദ ഫസ്റ്റ് എമിഷൻ ലൈൻ ഓഫ് ഹൈഡ്രജൻ അറ്റോമിക് സ്പെക്ട്രം ഇൻ ബാൽമർ സീരീസ് അപ്പിയേഴ്സ്. അപ്പോഴത്തേക്ക് നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ പഠിച്ച ലൈമൻ സീരീസ് ബാൽമർ സീരീസ് എന്ന് പറഞ്ഞാൽ ഫിഗർ ഓർമ്മ വരുമ്പോഴത്തേക്ക് അറിയാം. ബാൽമർ എന്ന് പറയുമ്പോഴത്തേക്ക് N= 2 ആയിരുന്നു. അതിൽ വരുന്ന എമിഷൻ സ്പെക്ട്രം ആദ്യം വരുന്ന ഏതായിരിക്കും? N=3 എന്നാണ്. അപ്പോൾ ആ ഒരു ഫിഗർ വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് അവിടെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി നോക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ 14th ക്വസ്റ്റ്യൻ ഇതാണ്. ബോർ റേഡിയസ് ഓഫ് nth ഓർബിറ്റ് ഓഫ് ആൻ ആറ്റം ഈസ് ഗിവൺ ബൈ ദി എക്സ്പ്രഷൻ. അപ്പോഴത്തേക്ക് ഇത് ഭയങ്കര സിമ്പിളാണ്. നമുക്ക് വരുന്ന ബോർ റേഡിയസ് ആണ് എക്സ്പ്രഷൻ ഏതാണെന്ന്. അപ്പോഴത്തേക്ക് ആർ ഈസ് ഈക്വൽ ടു ഏതായിരിക്കും വരുന്ന ആൻസർ? N²H² ഡിവൈഡ് ബൈ 4π² m(e²z). ഇതാണ് നമ്മൾ എടുക്കുന്ന ഏതെന്ന് പറയുന്നത്? ഒരു ബോർ റേഡിയസ് ഓഫ് nth ഓർബിറ്റിൽ ഓഫ് ആൻ ആറ്റം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ മാത്രമേ എന്തെങ്കിലും നമുക്ക് ചോദിച്ചിട്ടുള്ളൂ. ഒരു ബോർ മോഡൽ തിയറിലും പഠിച്ചാണ് റേഡിയസ് ഓഫ് nth ഓർബിറ്റിൽ ഓഫ് ആൻ ആറ്റം എന്ന് പറഞ്ഞത്. അപ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആൻസർ ഏതായിരിക്കും? ആർ ഈസ് ഈക്വൽ ടു N²H² ഡിവൈഡ് ബൈ 4π² m(e²z). ഇതാണ് നമ്മൾ എടുക്കുന്ന ആൻസർ. അപ്പോഴത്തേക്ക് ഓപ്ഷൻ ഏതാണ്? ഡി ആണ് നമ്മൾ എഴുതുന്ന കറക്റ്റായിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 15ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ബോർ മോഡൽ ഓഫ് ആൻ ആറ്റം റേഡിയസ് ഓഫ് ദി ഫസ്റ്റ് ഓർബിറ്റ് ഈസ് y, ദ റേഡിയസ് ഓഫ് ദി തേർഡ് ഓർബിറ്റ്. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോഴത്തേക്ക് ദ ബോർ മോഡൽ അറ്റോമിക് റേഡിയസ് ഓഫ് ദി ഫസ്റ്റ് ഓർബിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? y ആണ്. ഇങ്ങനെയെങ്കിൽ ദ റേഡിയസ് ഓഫ് തേർഡ് ഓർബിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ y ഡയറക്ഷണലി പ്രൊപ്പോർഷൻ ഏതാണ്? N² ആണ്. അപ്പോഴത്തേക്ക് ഫസ്റ്റ് ഓർബിറ്റ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ഏതായിരിക്കും? N² ആയിട്ട് മാറി. ഫസ്റ്റ് ഓർബിറ്റിൽ ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഏതാണ്? y വന്നു. അപ്പോൾ ഫോർ ദി ഫസ്റ്റ് ഓർബിറ്റ് y ഈക്വൽ എന്തായിരിക്കും? ഫസ്റ്റ് ഓർബിറ്റിൽ y ഈക്വൽ ടു 1 വന്നു. അപ്പോഴത്തേക്ക് തേർഡ് ഓർബിറ്റിലാകുമ്പോൾ y എന്ന് പറഞ്ഞാൽ ആരായിട്ട് വരും? 3 ആയിട്ട് മാറും. അപ്പോഴത്തേക്ക് y ഡയറക്ഷണലി പ്രൊപ്പോർഷൻ N² ആകുമ്പോഴത്തേക്ക് y ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ഏത് വരും? എന്നിന് ഇവിടെ നമുക്ക് ഏത് കൊടുക്കാം? 3 കൊടുക്കാം. അപ്പോൾ 3². അപ്പോൾ 3² ആകുമ്പോൾ ആര് വരും? 9. അപ്പോഴത്തേക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇത് ഇൻ ബോർ മോഡൽ അറ്റോമിക് റേഡിയസ് ഓഫ് ദി ഫസ്റ്റ് ഓർബിറ്റ് ഈസ് y, ദെൻ ദ റേഡിയസ് ഓഫ് തേർഡ് ഓർബിറ്റ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? 9y. കാരണം എന്തുമാണ്? y ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ഏതായിരുന്നു? N². അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമുക്ക് വരുന്ന ഏതെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ 16ാമത്തെ ക്വസ്റ്റ്യൻ ടോപ്പിക് ഇതാണ് നമ്മൾ നോക്കുന്നത്. ഇമ്പോർട്ടൻസ് തിയറി ആൻഡ് പ്രിൻസിപ്പിളാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമ്മൾ ചാപ്റ്ററിൽ കുറേ ഏതാണ് തിയറിയും പ്രിൻസിപ്പിളെല്ലാം പഠിച്ചിട്ടുണ്ട്. പഠിച്ച തിയറി ഏതൊക്കെയായിരുന്നു? പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി പഠിച്ചിട്ടുണ്ട്, ഹൈസൻബർഗ് പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്, ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ഡി ബ്രോഗ്ലിസ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ടോപ്പിക് സിയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വരുന്ന എല്ലാം ഏതായിരിക്കും? പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ നോക്കുന്ന ഈ സെക്ഷൻ അല്ലെങ്കിൽ ടോപ്പിക് സി നമ്മൾ നോക്കുമ്പോഴത്തേക്ക്. അപ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. അതിൽ 16ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ ഹാവിങ് ഡി ബ്രോഗ്ലിസ് വേവ് ലെങ്ത് ഓഫ് 10⁻⁻17 മീറ്റർ ആണ്. അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മൊമെൻറ്റം കണ്ടുപിടിക്കണം. അപ്പം മൊമെൻറ്റം കണ്ടുപിടിക്കാൻ നമുക്ക് ഡി ബ്രോഗ്ലിസ് ഇക്വേഷൻ എഴുതുമ്പോഴത്തേക്ക് ലാംഡ ഈസ് ഈക്വൽ ടു ആര് വരും? h/mv വന്നു.
അപ്പോൾ ഇത് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് എന്തുവാണ് എം വി ഈസ് ഈക്വൽ ടു ആര് വരും എച്ച് ബൈ ലാംഡ. എം വി എന്ന് പറയുമ്പോൾ ആരായിട്ട് മാറി മൊമെൻറ്റം പി ആയിട്ട് മാറി. ഇപ്പോൾ പി ഈസ് ഈക്വൽ ടു ആരായിരിക്കും എച്ച് ബൈ ലാംഡ. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം ആ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലാംഡയുടെ എച്ചിൻ്റെ വാല്യൂ എത്രയാണ് 6.626 × 10⁻³ ലാംഡയുടെ വാല്യൂ തന്നിട്ടുണ്ട് 10⁻17 ആണ്. അപ്പോൾ പി ഈസ് ഈക്വൽ ടു ആര് വരും 6.626 × 10⁻³ ഡിവൈഡ് ബൈ 10⁻17. അപ്പോൾ ആൻസർ വരുമ്പോഴത്തേക്ക് എത്ര കിട്ടും 6.626 × 10⁻17 kg/m/s. ഇതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ. അപ്പോഴത്തേക്ക് ഓപ്ഷൻ ഏത് വരും സി ആണ് നമുക്ക് വരുന്ന കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ 17ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതും ഒരു പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇഫ് ദ എനർജി ഓഫ് ഫോട്ടോൺ ഈസ് ഗിവൺ ആസ് 3.03 × 10⁻19 joule then the wavelength lambda of the photon. അപ്പോഴത്തേക്ക് നമുക്ക് എന്താണ് വേവ് ലെങ്ത് ആണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ എന്തുവാണ് ഇഫ് ദ എനർജി ഓഫ് ഫോട്ടോൺ എന്ന് പറയുന്നത് എത്രയായിരുന്നു 3.303 × 10⁻19 joule ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേവ് ലെങ്ത് കാണണം. അപ്പോൾ ഇക്വേഷൻ നമുക്കറിയാം എന്താണ് ഇ ഈസ് ഈക്വൽ ടു ആരായിരിക്കും എച്ച് സി ബൈ ലാംഡ. അതിൽ ഇയുടെ വാല്യൂ ആണ് അവർ തന്നിരിക്കുന്നത് എത്രയെന്ന് 3.03 × 10⁻19 joule എന്ന് പറയുന്നത്. അതിൽ നമുക്ക് എന്തിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം ലാംഡ കണ്ടുപിടിക്കണം വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം എച്ച് സി ബൈ ലാംഡ ഈസ് എത്രയായിരിക്കും 3.03 × 10⁻19 വന്നു. അത് നമുക്ക് ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഇക്വേഷൻ ആരായിട്ട് മാറും 6.626 × 10⁻³ സി വെലോസിറ്റി ഓഫ് ലൈറ്റ് ആകുമ്പോഴത്തേക്ക് 3 × 10⁸ ഡിവൈഡ് ബൈ പിന്നെ ഇയുടെ വാല്യൂ 3.03 × 10⁻19. അപ്പോൾ നമുക്ക് എത്ര കിട്ടും 6.56 × 10⁻7 m. നമുക്ക് നാനോമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് 656 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ കിട്ടും. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ വരുമ്പോഴത്തേക്ക് ഓപ്ഷൻ ഏതാണ് സി ആണ് നമുക്ക് വരുന്ന കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 18ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ് ദ പൊസിഷൻ ഓഫ് ബോത്ത് ആൻ ഇലക്ട്രോൺ ആൻഡ് ഹീലിയം ആറ്റം ഈസ് നോൺ വിത്തിൻ 1 nanometer. Further, momentum of the electron is known with 5 × 10⁻26 kg/m/s. The minimum uncertain the measurement of momentum of helium atom ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇലക്ട്രോണിൻ്റെയും ഒരു ഹീലിയം ആറ്റത്തിൽ നമുക്ക് എന്താണ് അറിയേണ്ടത് പൊസിഷനും പിന്നെ എന്ന് പറയുമ്പോൾ ഈ മൊമെൻറ്റും ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോഴത്തേക്ക് നമുക്ക് ഇക്വേഷൻ അറിയാം എന്താണ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഇക്വേഷൻ ∆x.∆p = h/r ആയിരിക്കും 4p അതെപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പം ഇവിടെ ഈ ഇലക്ട്രോണിൻ്റെയും ഹീലിയത്തിൻ്റെയും പൊസിഷൻ എന്ന് പറയുന്നത് എത്രയാണ് സെയിം. അങ്ങനെയെങ്കിൽ അവൻ്റെ മൊമെൻറ്റം എന്തായിരിക്കും അവിടെ സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ എഴുതി നോക്കുമ്പോഴത്തേക്ക് അപ്പം ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ എഴുതി നോക്കാം. അപ്പോൾ എന്താണ് ∆x ഫോർ ഇലക്ട്രോൺ ആൻഡ് ഹീലിയം ആറ്റം എന്ന് പറയുന്നത് സെയിം. അപ്പം ദസ് ദ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ ആൻഡ് ഹീലിയം വിൽ ഓൾസോ എന്തായിരിക്കും സെയിം ആണ്. അപ്പോഴത്തേക്ക് കറക്റ്റ് ആൻസർ എന്ത് ഇവിടെ ഇലക്ട്രോണിൻ്റെ എന്ത് തന്നിട്ടുണ്ടായിരുന്നു മൊമെൻറ്റ് എത്രയായിരുന്നു 5 × 10⁻26. അപ്പോഴത്തേക്ക് ഹീലിയം ആറ്റത്തിൻ്റെ മൊമെൻറ്റ് എത്രയായിരിക്കും 5 × 10⁻26 ആയിരിക്കും. അപ്പോഴത്തേക്ക് അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ ആൻസർ വരുമ്പോഴത്തേക്ക് ഓപ്ഷൻ ഏതാണ് ഡി ആണ് നമ്മൾ എടുക്കുന്ന ഏത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നമുക്ക് അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ മാസ് ഓഫ് എ ഫോട്ടോൺ വിത്ത് എ വേവ് ലെങ്ത് ഈക്വൽ ടു എത്രയാണ് 1.54 × 10⁻8 cm ആണുള്ളത്. അപ്പോൾ നമുക്കിവിടെ എന്ത് കണ്ടുപിടിക്കണം ദ മാസ് ഓഫ് എ ഫോട്ടോൺ വിത്ത് എ വേവ് ലെങ്ത് ഈക്വൽ ടു 1.54 × 10⁻8 cm ഈസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ മാസ് കണ്ടുപിടിക്കണം. ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് ലാംഡ ഈസ് ഈക്വൽ ടു ആര് വരും h/mv വരും. അതിൽ നമുക്ക് മാസ് കാണുമ്പോഴത്തേക്ക് എന്ത് വരാം m is equal to h/λ × v നമുക്ക് എന്ത് ചെയ്യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോഴത്തേക്ക് ലാംഡ ഇവിടെ തന്നിട്ടുണ്ട് വാല്യൂ എത്രയാണ് 1.54 × 10⁻8 cm. അതിന് നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ 1.54 × 10⁻10 മീറ്റർ ആവും. ഇനി മാസ് കാണുമ്പോൾ ഇക്വേഷൻ എന്താണ് h/λ × v. എച്ചിൻ്റെ വാല്യൂ നമുക്കറിയാം 6.626 × 10⁻34 ഡിവൈഡ് ബൈ ലാംഡ നമുക്കറിയാം 1.54 × 10⁻10. ഇനി വെലോസിറ്റി ഓഫ് ലൈറ്റ് 3 × 10⁸ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് എത്രയുടെ ആൻസർ 1.428 × 10⁻32 kg കിട്ടും. അപ്പോഴത്തേക്ക് നമ്മൾ ഈ 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുമ്പോഴത്തേക്ക് ദ മാസ് ഓഫ് എ ഫോട്ടോൺ വിത്ത് എ വേവ് ലെങ്ത് ഈക്വൽ ടു 1.54 × 10⁻8 cm ഏതായിരിക്കും ആൻസർ വരുമ്പോഴത്തേക്ക് 1.428 × 10⁻32 kg. അപ്പോഴത്തേക്ക് നമ്മൾ ഓപ്ഷൻ സി ആണ് ഏതെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന കറക്റ്റ് ആൻസർ ആയിട്ട് അവിടെ വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ 20ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ആൻ ആറ്റം
and its excited state is 4.4 into 10 raised to minus 4 joule. The wavelength of photon required to produce the transition. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ദ എനർജി ഡിഫറൻസസ് ബിറ്റ്വീൻ, അപ്പോൾ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് എന്താണ്? 4.4 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 4 ജൂൾ ആണ്. അങ്ങനെ ദ വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ലാംഡ ഇവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ട് ഇക്വേഷൻ ഉണ്ട്, എന്താണ് ലാംഡ ഇസ് ഈക്വൽ ടു ആരായിരിക്കും? എച്ച് സി ബൈ ഡെൽറ്റ ഇ. അപ്പോൾ നമുക്കിവിടെ ഡെൽറ്റ കാണണം. എച്ചിൻ്റെ വാല്യൂ നമുക്കറിയാം, എന്താണ് 6.626 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 34 ആണ്. സി എന്ന് പറയുമ്പോഴത്തേക്ക് 3 ഇൻറ്റു 10 റൈസ് ടു 8 ആണ്. ഡെൽറ്റ ഈ ക്വസ്റ്റനിൽ തന്നെ തന്നിട്ടുണ്ട്, എത്രയാണ്? 4.4 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 4 ജൂൾ ആണ്. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ലാംഡ ഈസ് ഈക്വൽ ടു 6.626 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 34 ഇൻറ്റു 3 ഇൻറ്റു 10 റൈസ് ടു 8 ഡിവൈഡ് ബൈ 4.4 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 4. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആൻസർ എത്ര? 4.5 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 22 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ക്വസ്റ്റൻ നമുക്ക് വായിച്ചു നോക്കാം. ഇഫ് ദ എനർജി ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ആൻ ആറ്റം ആൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഈസ് 4.4 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 4 ജൂൾ, ദ വേവ് ലെങ്ത് ഓഫ് ഫോട്ടോൺ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ട്രാൻസിഷൻ. അങ്ങനെ ഈ എന്താണ് എക്സൈറ്റേഷന് വേണ്ട എന്താണ് ഫോട്ടോണിൻ്റെ വേവ് ലെന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എത്ര കിട്ടി? 4.5 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 22 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ വരുമ്പോഴത്തേക്ക് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഏതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് നമുക്കിനി അടുത്ത് നമ്മുടെ 21ാമത്തെ ക്വസ്റ്റൻ നമുക്ക് നോക്കാം. ദ ഡി ബ്രോഗ്ലീസ് വേവ് ലെങ്ത് ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് ഹൈഡ്രജൻ ആറ്റം, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോഴത്തേക്ക് ക്വസ്റ്റൻ ഇതാണ്, ദ ഡി ബ്രോഗ്ലീസ് വേവ് ലെങ്ത് ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് ഇക്വേഷൻ എഴുതി നോക്കാം. ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് എം വി ആർ ഈസികളും പഠിച്ചെന്താണ്? എച്ച് ബൈ 2 പൈ ഉണ്ട്. അപ്പോൾ എം വി ഈസികൾ ആരായിരിക്കും? റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് എച്ച് ബൈ 2 പൈ ആർ. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ നമുക്ക് കാര്യം അറിയാം. എം വി ഈസിക്കലും ആരായിരിക്കും? എച്ച് ബൈ ലാംഡ വന്ന്, അപ്പോഴത്തേക്ക് എച്ച് ബൈ ലാംഡ ഈക്വൽ ടു ആരായിരിക്കും? എച്ച് ബൈ 2 പൈ ആർ. അങ്ങനെയെങ്കിൽ ലാംഡ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ലാംഡ ഈസ് ഈക്വൽ ടു 2 പൈ ആർ ആയി. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതാണ്? ലാംഡ ഈസ് ഈക്വൽ ടു 2 പൈ ആർ. അപ്പം 2 ഉണ്ട്, പൈയുടെ വാല്യൂ നമുക്കറിയാം 3.14 ആണ്. ഇനി 6 റേഡിയസ് നമുക്കറിയാം എത്രയാണ്? 0.53. അപ്പോഴത്തേക്ക് അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് ഒരാളുടെ റേഡിയസ്, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ റേഡിയസ് എത്രയായിരിക്കും? 0.53. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലാംഡ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 3.14 ഇൻറ്റു 0.53. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് എത്ര കിട്ടി? 3.328 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 10 മീറ്റർ കിട്ടി. അപ്പോൾ ഓപ്ഷനിൽ നാനോമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 0.3328 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 9 മീറ്റർ ഇസ് ഈക്വൽ ടു ഏതായിരിക്കും? 0.3328 നാനോമീറ്റർ. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഓപ്ഷൻ വരുമ്പോഴത്തേക്ക് ഓപ്ഷൻ സി ആണ് ഏതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റൻ നമുക്ക് നോക്കുക. ദ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ ഇക്വേഷൻ ഏതാണ് നമ്മൾ കണ്ടുപിടിച്ചത്? ലാംഡ ഈസികൾ ഏതായിരുന്നു? 2 പൈ ആർ. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 0.3328 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്, ഓപ്ഷൻ സി. ഇനി നമുക്ക് നമ്മുടെ 22ാമത്തെ ക്വസ്റ്റൻ നമുക്ക് നോക്കാം. പുതിയ ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. ടോപ്പിക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ക്വാണ്ടം നമ്പറും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഷേപ്പ് ഓഫ് ഓർബിറ്റാണ് നമ്മൾ സെക്ഷൻ ഡിയിൽ നമ്മൾ നോക്കുന്നത്. അപ്പം അതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഏതൊക്കെയാണ്? ക്വാണ്ടം നമ്പർ ഉണ്ട്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഷേപ്പ് ഓഫ് ആൻ ഓർബിറ്റ്. ഇതിൽ ക്വാണ്ടം നമ്പറും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ആണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ദ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇൻ N2+ ഈസ്. അപ്പം നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കുക. ഏതിൻ്റെ? N2+ൻ്റെത്. അപ്പം നൈട്രജൻ ആകുമ്പോഴത്തേക്ക് അറ്റോമിക് നമ്പർ 7. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നമ്മൾ നോക്കുമ്പോൾ എത്ര കിട്ടും? 1s2 2s2 2p3 കിട്ടി. ഇനി ഇവിടെ N2+ അയോൺ ആകുമ്പോഴത്തേക്ക് 2 ഇലക്ട്രോൺ പോകുമ്പോഴത്തേക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആരാവും? 1s2 2s2 2p1 ആയി. 2p1 ആയതുകൊണ്ട് അൺപെയ്ഡ് ഇലക്ട്രോൺ എത്രയായിരിക്കും? 1 ആണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ക്വസ്റ്റൻ ഇതാണ്, ദ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ഇൻ N2+ ഈസ് ഈക്വൽ ടു ആരാണ്? 1. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ക്വസ്റ്റിൻ്റെ ഓപ്ഷൻ വരുമ്പോഴത്തേക്ക് ഓപ്ഷൻ സി ആണ് ഏതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമ്മുടെ 23 ക്വസ്റ്റൻ നമുക്ക് നോക്കാം. ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ക്യാൻ അക്കോമഡേറ്റ് ഇൻ ഓൾ ഓർബിറ്റൽസ് ഹാവിംഗ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2 ആൻഡ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ 1 ഈസ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് ആൻസർ എഴുതാൻ പറ്റത്തുള്ളൂ. ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ക്യാൻ അക്കോമഡേറ്റ് ഇൻ ഓൾ ഓർബിറ്റൽസ് ഹാവിംഗ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എത്രയാണ്? 2. അതായത് N ഈസിക്കൽ ഏതാണ്? 2.
ഇനി അസിമുത്തൽ കോൺ നമ്പർ അതായത് എൽ ഇ സിക്കിൾ എന്തുവാണ് 1. അപ്പോൾ നമുക്ക് ആൻസർ എഴുതി നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് എന്താണ് എൻ ഇ സിക്കിൾ 2 വന്നു, എൽ ഇ സിക്കിൾ 2 ആരായി 1 ആയി. അതിൻ്റെ മീനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് എൽ 1 ആകുമ്പോൾ അത് ഏത് ഓർബിറ്റലായിരിക്കും പി ഓർബിറ്റലാകും. എൻ ഇ സിക്കിൾ 2 ആയതുകൊണ്ട് ഏത് ഓർബിറ്റലാണ് 2p ഓർബിറ്റലാണ് വന്നത്. അപ്പോൾ 2p ഓർബിറ്റലാകുമ്പോഴത്തേക്ക് എത്ര ഇലക്ട്രോൺസ് അവിടെ ഉണ്ടാകാം 6 ഇലക്ട്രോൺസ് ഉണ്ടാകാം. അപ്പോൾ പി സബ്ഷെൽ ഹാസ് എത്ര ഓർബിറ്റൽസ് ആണുള്ളത് 3 ഓർബിറ്റലുണ്ട്. അപ്പം ഓരോ ഓർബിറ്റലിലും എത്ര ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്യും 2 ഇലക്ട്രോൺസ്. അപ്പോൾ ക്വസ്റ്റ്യൻ കറക്റ്റ് വായിച്ച് നോക്കാം. ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ അക്കോമഡേറ്റ് ഇൻ ഓൾ ഓർബിറ്റൽസ് ഹാവിങ് ഓർബിറ്റ് എല്ലായിരുന്നു അവിടെ വേണം നമുക്ക് ഏതാണ് ഓർബിറ്റൽസ് ഹാവിങ് പ്രിൻസിപ്പൽ കോൺ നമ്പർ ഏതായിരുന്നു 2 എൻ അപ്പോൾ ഏതായി 2 ആയി. അസിമുത്തൽ കോൺ നമ്പർ എൻ ഈസിക്കൽ 1 ആവും എൽ ഈസിക്കൽ 1 ആവും. എൽ 1 ആകുമ്പോൾ ഏതായി പി. അപ്പോൾ 2p ഓർബിറ്റിൽ എല്ലാം കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺ ഏതായിരിക്കും 6 ഇലക്ട്രോൺ ആണ്. അങ്ങനെയെങ്കിൽ ഓരോ ഓർബിറ്റലിലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺ എത്രയായിരിക്കും 2 ഇലക്ട്രോൺസ്. അപ്പോഴത്തേക്ക് നമ്മൾ ക്വസ്റ്റിൻ്റെ ഓപ്ഷൻ വരുമ്പോഴത്തേക്ക് ഓപ്ഷൻ സി ആണ് ഏതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 24ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതിൽ ഫോർ അസിമുത്തൽ കോണ്ടന്റ് നമ്പർ എൽ ഈസ് ഈക്വൽ ഏതാണ് 3 ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിൽ ബി അതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ അസിമുത്തൽ കോണ്ടന്റ് നമ്പർ എന്താണ് എൽ ഈസ് ഈക്വൽ ടു ആര് വന്നു 3. അങ്ങനെയെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പം എൽ ഈസ് ഈക്വൽ 3 വരുമ്പോഴത്തേക്ക് അത് ഏതായിരിക്കും എൽ ഈസ് ഈക്വൽ 3 ആകുമ്പോൾ അത് എഫ് സബ് ഷെല്ലാണ്. അപ്പോൾ എഫ് സബ് ഷെല്ലിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയായിരിക്കും 14 ഇലക്ട്രോൺസ്. അപ്പം മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് എഫ് ഓർബിറ്റൽ ആകുമ്പോഴത്തേക്ക് 4 ഇൻറ്റു എൽ പ്ലസ് 2 അതായത് 2 ഇൻറ്റു 2l പ്ലസ് 1 അതാണ് ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോഴത്തേക്ക് എന്തായി 4l പ്ലസ് 2 എല്ലിൻ്റെ വാല്യൂടെ നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത് 3 ആണ് തരുന്നത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും 4 ഇൻറ്റു 3 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 14 ഇലക്ട്രോൺസ്. അല്ലാണ്ട് നമുക്കറിയാം എൽ ഈസ് ഈക്വൽ ടു ഇവിടെ എന്താണ് 3 ആണ്. എൽ 3 ആകുമ്പോൾ ഏത് ഓർബിറ്റ് സബ്ഷെല്ല് വരും എഫ് വരും. എഫിലേക്കുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയായിരിക്കും 14 ഇലക്ട്രോൺസ്. അപ്പം നമ്മുടെ ഈ ക്വസ്റ്റിനത്തെ 24th ക്വസ്റ്റൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ദ അസിമുത്തൽ കോണ്ടന്റ് നമ്പർ എൽ ഈസ് ഈക്വൽ 3 ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിൽ ബി എത്രയായിരിക്കും 14. അപ്പം ഓപ്ഷൻ ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് നമ്മൾ നോക്കുന്നതിൽ ഏത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റൻ ആയിട്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഷുഡ് ബി ദ പോസിബിൾ സബ്ഷെൽ ഫോർ n പ്ലസ് എൽ ഈസ് ഈക്വൽ ടു 7. അപ്പോൾ ഇവിടെ അത് ക്വസ്റ്റ്യനും ഓപ്ഷനും നമുക്ക് നോക്കണം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഷുഡ് ബി ദ പോസിബിൾ സബ്ഷെൽസ് ഫോർ n പ്ലസ് എൽ ഈസ് ഈക്വൽ ടു 7. അതായത് എന്നും എല്ലാം നമ്മൾ നോക്കുമ്പോൾ എത്ര കിട്ടാൻ പാടുള്ളൂ 7 കിട്ടാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 7s വന്ന് 7 അവിടെ n അപ്പോൾ ഏതാണ് 7. അപ്പോൾ n 7 വരുമ്പോഴത്തേക്ക് n പ്ലസ് എൽ ഈസ് ഈക്വൽ 7 വന്നു. അപ്പോൾ ഇവിടെ n നമ്മൾ എന്തായിട്ട് എടുത്തു 7. അപ്പോൾ എൽ ഏതാവും 0. അപ്പം ഇവിടെ എന്നിൻ്റെ വാല്യൂ 7 എല്ലിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ അത് ഏതാവും 7s. ഇനി അടുത്ത് നോക്ക് 6p ആകുമ്പോൾ ഏത് വരും 6p ആണ് വരുന്നത്. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ ഏതാണ് 6. അപ്പം എല്ലിൻ്റെ വാല്യൂ ഏതായിരിക്കും 1. അപ്പോൾ 6 പ്ലസ് 1 വന്നപ്പോൾ ഏതായി 6p ആയി. എല്ലിൻ്റെ വാല്യൂ 1 ആകുമ്പോഴത്തേക്ക് p അപ്പോൾ 6p വന്നു. ഇനി അടുത്ത് നോക്കി 5d ആണ്. 5d ആകുമ്പോൾ എല്ലിൻ്റെ n 5ഉം എൽ ഏതാവും 2 ആവും. എൽ 2 ആയതുകൊണ്ട് ഏത് ഓർബിറ്റിൽ വരും ഡി വരും. അപ്പം 5d വന്നു. ഇനി അടുത്ത് 4f ആണ്. 4f ആകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതി നോക്കാം 4 പ്ലസ് 3 അപ്പോൾ 4 പ്ലസ് 3 എത്രയാണ് 7. അപ്പോൾ 4 ആകുമ്പം n ഏതായി 4 എൽ ആകുമ്പോഴത്തേക്ക് എഫ് അപ്പോൾ 4f. അപ്പം നമ്മൾ n പ്ലസ് എൽ നമ്മൾ എഴുതി നോക്കുമ്പോഴത്തേക്ക് ഏത് ഓപ്ഷൻ നമ്മൾ എഴുതി നോക്കി ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് എഴുതി നോക്കുമ്പോഴത്തേക്ക് കറക്റ്റ് അതേ ഇത് കിട്ടും 7s 6p 5d 4f. അപ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ് വരുന്നത് നമ്മൾ എടുക്കുന്നത് ഓപ്ഷൻ എ ആണ് ഏതെന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുന്ന കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ ഓപ്ഷൻ എ തന്നെ വന്നതുകൊണ്ട് ആൻസർ നമുക്ക് വലിയ പാടില്ലാണ്ട് എഴുതി നോക്കാൻ പറ്റും. അപ്പം ബാക്കിയുള്ള ഓപ്ഷൻ വെച്ച് എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ മിസ്റ്റേക്ക് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ഇനി നമ്മൾ 26th ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് വുഡ് ബി ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ഈസ് പോസിബിൾ സബ്ഷെൽ ഫോർ n പ്ലസ് എൽ ഈസ് ഈക്വൽ എത്രയാണ് 4. അപ്പം നമ്മൾ നേരത്തെ കണ്ട n പ്ലസ് എൽ എന്തുവാണ് 7 ആയിരുന്നു. പക്ഷേ ഇവിടുത്തെ ക്വസ്റ്റ്യൻ രണ്ട് വ്യത്യാസമുണ്ട്. വാട്ട് വുഡ് ബി ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി പോസിബിൾ സബ്ഷെൽ ഫോർ n പ്ലസ് എൽ ഈസ് ഈക്വൽ ടു 4 ആണ്. അപ്പോൾ n പ്ലസ് 4 എന്തുവാണ് n പ്ലസ് എൽ ഈസ് ഈക്വൽ എത്രയാണ് പറഞ്ഞാൽ ഇവിടെ 4 ആണ് വരേണ്ടത്. അപ്പം നമുക്ക് എഴുതി നോക്കുമ്പോഴത്തേക്ക് n പ്ലസ് എൽ എന്താണ് 4 വന്നു. അപ്പോൾ n പ്ലസ് എല്ലിന് നമുക്ക് ഏത് കൊടുക്കാം 4 പ്ലസ് 0 കൊടുക്കാം അല്ലേ. അപ്പം 4 ആകുമ്പോഴത്തേക്ക് എന്നിൻ്റെ വാല്യൂ 4 ആയി എൽ ഏതായി 0. അപ്പോൾ 4 പ്ലസ് 0 ആകുമ്പോഴത്തേക്ക് ഏത് സബ്ഷെല്ലാണ് 4s. ഇനി എസിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് അപ്പോൾ 2 ഇലക്ട്രോൺ. ഇനി അടുത്തൊരു ഓപ്ഷൻ നമുക്ക് എഴുതി നോക്കാം.
3+1 ആണ്. അപ്പോൾ 3+1 നമ്മൾ നോക്കുമ്പോൾ എത്ര വരും? 3 1 L 1 ആയതുകൊണ്ട് ഏത് ഓർബിൽ വരും? P. അപ്പോൾ 3p. ഇനി പിയിൽ എത്ര ഇലക്ട്രോൺ ഉള്ളത്? 6 ഇലക്ട്രോൺ. അപ്പോൾ നമ്മൾ 2 എഴുതി നോക്കി ഏതൊക്കെയാണ്? 4+0യും 3+1. 2+2 എഴുതി നോക്കില്ല, കാരണം എന്നിൻ്റെ വാല്യൂയും എല്ലിൻ്റെ വാല്യൂ ഒരിക്കലും എന്താകും പറ്റില്ല, ഈക്വലാകും, നമ്മൾ വരത്തില്ല. അപ്പോഴത്തേക്ക് നമ്മൾ ഈ 2 എണ്ണം മാത്രമേ എഴുതത്തുള്ളൂ, 4+0യും 3+1. അപ്പോൾ എഴുതി നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3p കിട്ടി. അപ്പോൾ 4sഉം 3pയും കിട്ടി. 4sൽ കൊള്ളുന്ന ഇലക്ട്രോൺ എത്രയാണ്? 2 ഇലക്ട്രോൺ വരും. പിയിൽ കൊള്ളുന്ന ഇലക്ട്രോൺ ആകുമ്പോഴത്തേക്ക് 6. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്ര വരുന്നു? 8 ഇലക്ട്രോൺ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റൻ ഏതാണ്? വാട്ട് വുഡ് ബി ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ പോസിബിൾ സബ്ഷെൽ ഫോർ n+l = 4. ഓപ്ഷൻ ആൻസർ വരുമ്പോഴത്തേക്ക് ഏതാണ് നമ്മൾ വരുന്നത്? 8. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് 27ാമത്തെ ക്വസ്റ്റൻ നമുക്ക് നോക്കാം. ദ ഓർബിറ്റൽ ഹാവിംഗ് n = 2, l = 1 ആൻഡ് m = 0 ഈസ് ഡെസിഗ്നേറ്റഡ് ആസ്. ഇത് ഏത് ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഓർബിറ്റൽ ഏതാണ്? n = 2 തന്നിട്ടുണ്ട്. l ഏതായിരുന്നു? 1 ആണ്. m = 0 ആണ് തന്നിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് എന്താണ്? അപ്പം സെക്കൻഡ് എനർജി ലെവലാണ്. n = 2 ആകുമ്പോൾ ഏതായിരിക്കും? സെക്കൻഡ് എനർജി ലെവലാണ്. ഇനി l = 1 ആകുമ്പോഴത്തേത് ഏത് ഓർബിറ്റിലാണ് വരുന്നത്? p ഓർബിറ്റൽ. അപ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഏതുണ്ട്? pz ഉണ്ട്, px ഉണ്ട്, py, d. അപ്പം നമ്മൾ ഓപ്ഷൻ ഡി പോയി, കാരണം l = 1 വന്നുകൊണ്ട് ഏതായിരിക്കും? p ആണ്. ഇനി m = 0. അപ്പം m 0 ആകുമ്പോഴത്തേക്ക് അത് ഏത് ആക്സിസ് ആയിരിക്കും? z ആക്സിസ് ആണ്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചോണം, m = ഏത് വന്നത്? 0 വരുമ്പോഴത്തേക്ക് ഏത് ആക്സിസ് ആയിരിക്കും? z ആക്സിസ് ആണ്. അപ്പം z ആക്സിസ് വരുമ്പോഴത്തേക്ക് ഏത് ഓപ്ഷൻ വരും? 2pz എന്ന് വരും. അപ്പോഴത്തേക്ക് നമ്മൾ 27ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഓർബിറ്റൽ ഹാവിംഗ് n = 2, l = 1 ആൻഡ് m = 1 ഈസ് ഡെസിഗ്നേറ്റഡ് ഏതായിരിക്കും? 2pz. അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യനിൽ ദ നമ്പർ ഓഫ് സ്പെറിക്കൽ നോഡ് ഇൻ 3p ഓർബിറ്റൽസ്. അപ്പം നമ്പർ ഓഫ് സ്പെറിക്കൽ നോഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം സ്പെറിക്കൽ ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് അതിൻ്റെ റേഡിയൽ നോഡ് നമുക്ക് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? n - l - 1. അപ്പോഴത്തേക്ക് ഇവിടെ നമ്പർ ഓഫ് സ്പെറിക്കൽ നോഡ് ഓഫ് 3p. അപ്പം എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? 3, പിയുടെ വാല്യൂ എന്തായിരിക്കും? 1. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n - l - 1 ആകുമ്പോഴത്തേക്ക് 3 - 1 - 1 = 1. അപ്പോഴത്തേക്ക് നമ്പർ ഓഫ് സ്പെറിക്കൽ നോഡ് എത്ര ആയിരിക്കും? 1. അപ്പം ഓപ്ഷൻ വരുമ്പോഴത്തേക്ക് ഓപ്ഷൻ ഏതാണ്? എ ആണ് നമുക്ക് വരുന്ന ഏത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 29th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ കറക്റ്റ് ഓർബിറ്റൽ ഡെസിഗ്നേഷൻ ഓഫ് ആൻ ഇലക്ട്രോൺ വിത്ത് ദ ക്വാണ്ടം നമ്പർ n = 4, l = 3, m = -2 ആൻഡ് s = ½. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഏത് ഡെസിഗ്നേഷനാണ് താഴത്തിലെ ഓപ്ഷനിൽ നമുക്ക് നോക്കാം. അപ്പോൾ n 4 ആകുമ്പോഴത്തേക്ക് ഏതായിരിക്കും? 4th ഓർബിറ്റലാണ്. ഇനി l നമ്മൾ നോക്കുമ്പോഴത്തേക്ക് l ആകുമ്പോഴത്തേക്ക് ഏതായിരിക്കും? f ആയിരിക്കും. അപ്പോൾ അത് ഏതാണ് വരുന്നത്? 4f. അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഓപ്ഷൻ കാണുന്നതിന് അറിയാം. 3s ഉണ്ട്, 4f ഉണ്ട്, 5p ഉണ്ട്, 6 ഉണ്ട്. അപ്പോൾ ഏതാണ് വരുന്നത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? 4f. ഇനി നമുക്ക് m എന്ന് പറഞ്ഞാൽ ഏതാണ് തന്നിരിക്കുന്നത്? m = -2 ആകുമ്പോഴത്തേക്ക് അത് ഏതായിരിക്കും? m റെപ്രസെൻ്റ് ഏതായിരിക്കും? ഓറിയൻറ്റേഷൻ ഓഫ് f ഓർബിറ്റിലാണ്. എസ് ഏതാണ്? ഹാഫ് എന്നിട്ടുണ്ട്, മീനിങ് എന്താണ്? ഡയറക്ഷൻ ഓഫ് സ്പിൻ. അപ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഡയറക്റ്റ് നമുക്ക് എന്ത് എഴുതാം? ആൻസർ എഴുതാം. ഏതാണ് കറക്റ്റ് ആൻസർ വരുമ്പോഴത്തേക്ക് 4f. അപ്പം വാട്ട് ഈസ് ദ കറക്റ്റ് ഓർബിറ്റൽ ഡെസിഗ്നേഷൻ ഓഫ് ഇലക്ട്രോൺ വിത്ത് ദ ക്വാണ്ടം നമ്പർ n = 4, l = 3, m = -2, s = ½ വരുമ്പോഴത്തേക്ക് ഓപ്ഷൻ ബി ആണ് നമ്മൾ എഴുതുന്നത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമ്മൾ നോക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് അടുത്ത 30ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Which of the following sets of quantum number is correct for an electron in the 4f orbital? അപ്പോൾ ക്വസ്റ്റ്യൻ ഇത് നമുക്ക് ഓപ്ഷൻ വെച്ച് നമുക്ക് എഴുതി നോക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ്സ് ഓഫ് ക്വാണ്ടം നമ്പർ ഈസ് കറക്റ്റ് ഫോർ ആൻ ഇലക്ട്രോൺ ഇൻ ദി 4f ഓർബിറ്റൽ. അപ്പം നമുക്ക് ആദ്യത്തെ ഒരു ഓപ്ഷൻ തന്നെ നമുക്ക് എഴുതി നോക്കാം. ദ പോസിബിൾ ക്വാണ്ടം നമ്പർ 4f എന്ന് നമ്മൾ നോക്കാം. n = ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. n = 4 4 4, പക്ഷേ ഡി ഓപ്ഷൻ 3 ആണ്. അപ്പോൾ ഡി ഒരിക്കലും വരത്തില്ല ആൻസർ. അപ്പം n = 4 വരുന്നതാണ് എന്ത് വരത്തുള്ളൂ? 4f വരത്തുള്ളൂ. അപ്പോൾ n = ഏതാണ്? 4f നമ്മൾ വന്നു. ഇനി l = ഏത് വരാം? 3 വരാം. കാരണം 3 വന്നാൽ ഏത് വരത്തുള്ളൂ? എഫ് വരത്തുള്ളൂ. അപ്പം എയും സിയും ഉണ്ട്, ബി ഓപ്ഷൻ പോയി. കാരണം ബി അവിടെ ഏതാണ് വന്നിരിക്കുന്നത്? 4 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ L3 വന്നാൽ അവിടെ ഏതുള്ളൂ? എഫ് വരത്തുള്ളൂ. അപ്പം ഇനി ബിയും ഡിയും ക്യാൻസൽ ചെയ്യുന്ന ഓപ്ഷൻ ഏതാണ്? എയും സിയും ഉണ്ട്. ഇനി നമുക്ക് അറിയാം m = ഏതാണുള്ളത് നമുക്ക് തന്നിരിക്കുന്നത്? ഏതൊക്കെ വരെ എമ്മിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എല്ലിൻ്റെ വാല്യൂ -3 ആകുമ്പോഴത്തേക്ക് -3, -2, -1, 0, 1, 2, 3 വരാം.
അപ്പം എമ്മിൻ്റെ വാല്യൂ ഏതൊക്കെ വന്നു അവിടെ? അപ്പം ഇവിടുത്തെ ക്വസ്റ്റ്യൻ പറയുമ്പോഴത്തേക്ക് ഓപ്ഷൻ നോക്കുമ്പോഴത്തേക്ക് സി ഓപ്ഷനിൽ ഏതാണ് വന്നിരിക്കുന്നത്? എം ഈസിക്കൽ ഏത് വന്നു? +4. പക്ഷെ നമ്മൾ എഴുതിയാൽ ഏതേ ഉള്ളൂ? -3 തൊട്ട് +3 വരെ ഉള്ളൂ. അപ്പം എം ഇവിടെ +4 ആണ്. ഏത്? സി ഓപ്ഷൻ. അപ്പോൾ സി ഓപ്ഷനും പോയി. അപ്പോൾ ബി പോയി, സി പോയി, ഡി. ഇനി അപ്പോൾ കറക്റ്റ് ആൻസർ ഏതായിരിക്കും നമ്മൾ വരുന്നതിൽ? എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ കണ്ട മെത്തേഡ് നമ്മൾ നോക്കാം. ഇവിടെ ഓപ്ഷനിൽ 4F ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. 4F ആകുമ്പോഴത്തേക്ക് എന്നിൻ്റെ വില എന്താണ്? 4. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഡി ഓപ്ഷൻ ക്യാൻസലായി. എഫ് വരണമെങ്കിൽ ഏതാണ് വരേണ്ടത്? എല്ലിൻ്റെ വാല്യൂ ഏതായിരിക്കണം? 3 ആണ് വരേണ്ടത്. പക്ഷേ എല്ലിൻ്റെ വാല്യൂ ബി ഓപ്ഷൻ ഏതാണ്? 4 വന്നിരിക്കുന്നത്. അപ്പം ബി ഓപ്ഷനും ക്യാൻസലാവും. അപ്പോൾ ഇനി ഏത് ഓപ്ഷനേ ഉള്ളൂ? എയും സിയേ ഉള്ളൂ. ഇനി എമ്മിൻ്റെ വാല്യൂ നമ്മൾ എഴുതി നോക്കുമ്പോൾ -3 തൊട്ട് +3 വരെ ഉള്ളൂ. പക്ഷേ സി ഓപ്ഷനിൽ എമ്മിൻ്റെ വാല്യൂ എത്ര വന്നിട്ടുണ്ട്? +4. അപ്പം സി ഓപ്ഷനും ക്യാൻസൽ. അപ്പോഴത്തേക്ക് കറക്റ്റ് ആൻസർ ഏതേ ഉള്ളൂ? എ ആണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഓപ്ഷൻ ഏതാണ്? എ ആണ് നമ്മൾ വരുന്ന കറക്റ്റ് ആൻസർ എന്നോട് പറയുന്നത്. ഇനി നമ്മുടെ 31ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 31ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ്സ് ഓഫ് കോണ്ടന്റ് നമ്പർ ഈസ് കറക്റ്റ്? 4 ഓപ്ഷനിൽ കറക്റ്റ് ഉള്ള കോണ്ടന്റ് നമ്പർ ഓർഡറാണ് നമുക്ക് വേണ്ടത്. അപ്പോഴത്തേക്ക് ഇവിടെ ഫസ്റ്റ് നമുക്ക് എന്താണ്? എൻ ഈസ് ഈക്വൽ ഏത് വന്നു? 5. അപ്പം എല്ലിൻ്റെ വാല്യൂ നമ്മൾ എഴുതി നോക്കുമ്പോൾ ഏത് വരാം? 0, 1, 2, 3, 4 വരാം. അപ്പം L 4 ആകുമ്പോഴത്തേക്ക് എം ഏത് വരാം? 2L + 1 ആണ് അല്ലേ? അപ്പോഴത്തേക്ക് എമ്മിൻ്റെ വാല്യൂ നമ്മൾ എഴുതി നോക്കുമ്പോൾ എത്ര വാല്യൂ വരാൻ? 9 വാല്യൂസ് ഏതൊക്കെയാണ്? -4, -3, -2, 1, 0, +1, +2, +3, +4. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്നിൻ്റെ വാല്യൂ 5 വന്നു. എല്ലിൻ്റെ വാല്യൂ ഇവിടെ ഏത് വന്നു? 4 വന്നു. എമ്മിൻ്റെ വാല്യൂ ഇവിടെ ഏത് വന്നു? 0. ഇനി എമ്മിൻ്റെ വാല്യൂ 0 ആകുമ്പോഴത്തേക്ക് എസ് ഏതായിരിക്കും? നമ്മൾ നോക്കുമ്പോഴത്തേക്ക് +12. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ആൻസർ ഏത് വന്നു? ഓപ്ഷൻ എ ആയുടെ കറക്റ്റ് ആൻസർ വന്നു. അപ്പോൾ കണ്ട മെത്തേഡ് നമ്മൾ എൻ ഈസിക്കൽ ഏതാണ്? 5 വന്നു. എൻ 5 ആകുമ്പോഴത്തേക്ക് എല്ലിൻ്റെ വാല്യൂ ഏതാകാം? 0 തൊട്ട് 4 വരെ ആകാം. അപ്പോൾ ഇവിടെ എല്ലിൻ്റെ വാല്യൂ നമുക്ക് ഏതുണ്ട്? 4 അവിടെ എഴുതിയിട്ടുണ്ട്. 4 ആകുമ്പോഴത്തേക്ക് എം വാല്യൂ എഴുതുമ്പോൾ നോക്കുമ്പോൾ ഏത് വരാം? -4 to +4 ഇൻക്ലൂഡിങ് 0. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ ഇവിടെ ഏത് വന്നിട്ടുണ്ട്? 0 വന്നിട്ടുണ്ട്. ഇനി എം ഈസിക്കൽ 0 ആകുമ്പോഴത്തേക്ക് എസിൻ്റെ വാല്യൂ ഏത് വന്നു? +12 അവിടെ വന്നു. ഇനി അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഓപ്ഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ എഴുതി നോക്കാം. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് എന്ത് ചെയ്യും? ഒരു ഐഡിയ വരും എന്തുകൊണ്ട് അവിടെ കിട്ടിയത്. ആ ബി ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എൻ ഈസിക്കൽ 3, എൽ ഈസിക്കൽ 3. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും എന്നിൻ്റെ വാല്യൂയും എന്നിൻ്റെ വാല്യൂയും എല്ലിൻ്റെ വാല്യൂ ഒരിക്കലും എന്താവില്ല? കനോട്ട് ബി ഈക്വൽ. അപ്പോൾ അത് ഓർമ്മിച്ച് വയ്ക്കണം. ബി ഓപ്ഷനിൽ എന്നിൻ്റെ വാല്യൂയും എല്ലിൻ്റെ വാല്യൂയും സെയിം വന്നുകൊണ്ട് അവിടെ എന്തെങ്കിലും അതൊരിക്കലും പോസിബിൾ അല്ല. ഇനി സി ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവിടെ എന്ത് വന്നു? 0. അപ്പം അവിടെ 0 വന്നു. എം എന്ന് പറഞ്ഞാൽ ഏതായിട്ട് മാറി? +1. അപ്പം L 0 ആവണമെങ്കിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എം അവിടെ ഏതേ വരാൻ പാടുള്ളൂ? ഒരു വാല്യൂ 0 വാല്യൂ ഇവിടെ വരാൻ പാടുള്ളൂ. പക്ഷേ അവർ തന്നിരിക്കുന്നത് ഏതാണ്? +1. ഡി ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എസ് ഒരിക്കലും എന്താവില്ല? 0 ആവത്തില്ല. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഓപ്ഷൻ ഏത്? ഓപ്ഷൻ എ ആണ് ഏതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു 31 ക്വസ്റ്റൻ എന്ന് പറയുന്നത്. ഓരോ ടോപ്പിക്ക് നമ്മൾ 2-3 ക്വസ്റ്റൻ വീതമാണ് ഡിസ്കസ് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പം ഈ ക്വസ്റ്റൻ എല്ലാം സ്വന്തമായിട്ട് ഒന്നുകൂടെ എഴുതി നോക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ചോദിക്കാം. ഓക്കെ.